ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടെങ്കിലും ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു നേതൃത്വം. ഇടതുപക്ഷം തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നുണ്ട്. അതേസമയം തുടർഭരണം ഇടതു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടത് സർക്കാരിന് ഏറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. തുടർഭരണം മൂലം ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് CPM ചില മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നതാണ്. എന്നാൽ തുടർഭരണം പാർട്ടിയിലും സർക്കാരിലും ഉണ്ടാക്കാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് CPM നൽകിയ മുന്നറിയിപ്പുകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് സംസ്ഥാന സമിതി ഇപ്പോൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രവർത്തനത്തിന് മാർഗരേഖ തയ്യാറാക്കാൻ നേതൃയോഗം വിളിച്ചിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ 35 നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സമിതി നൽകിയത്. പുതിയ മാർഗരേഖയ്ക്കൊപ്പം ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലുണ്ടായ വീഴ്ചകളും യോഗം പരിശോധിക്കുന്നതാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് സംസ്ഥാന സമിതി. സംസ്ഥാനത്തെ ഭരണം സംരക്ഷിക്കുകയും അത് മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് പ്രാധാന്യമേറിയതാണെന്ന മുന്നറിയിപ്പാണ് രണ്ടാം പിണറായി സർക്കാരിന് CPM നൽകിയത്. സർക്കാരിന്റെ മനോഭാവം മാറിയാൽ ജനങ്ങളുടെ നിലപാട് മാറുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലേത്. ജനങ്ങളോട് ജനാധിപത്യ രീതിയിൽ സംവദിക്കുന്ന പ്രവർത്തനം വളർത്തിയെടുക്കണം. അതിനുതകുന്ന വിധം പ്രവർത്തനങ്ങളിലും ജീവിത ശൈലികളിലും മാറ്റമുണ്ടാകണം. വിനയത്തോടെ ഇടപെടുന്ന ശൈലി തുടരണം. നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സർക്കാരിന് കഴിയുക എന്നത് പ്രധാനമാണ്. എങ്കിലേ തന്റെ സർക്കാരാണിതെന്ന ബോധത്തിലേക്ക് പാവപ്പെട്ടവരെ എത്തിക്കാനാവൂ എന്നായിരുന്നു ഇതിന് കാരണമായി പാർട്ടി പറഞ്ഞത്. നേതാക്കളുടെ വിനയം കാടുകയറുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനാധിപത്യ രീതി കൈമോശം വരികയും ചെയ്തപ്പോൾ ജനം തിരിച്ചുകുത്തിയെന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പാർട്ടി കണ്ടെത്തിയ കാരണങ്ങളുടെ വിലയിരുത്തൽ. ഇതിനുള്ള തിരുത്തലാണ് സർക്കാരിനുള്ള പുതിയ മാർഗരേഖയായി വരുന്നത്. ഇതിൽ 35 ഇന നിർദ്ദേശങ്ങളുടെ സൂക്ഷ്മ പരിശോധനയുണ്ടാകും. ഇതിലെ ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും നീതി ഉറപ്പാക്കാനുള്ള നടപടികളായിരിക്കണം സർക്കാരിൽ നിന്നുണ്ടാകേണ്ടത് എന്നതാണ്. ന്യായമായത് ഉന്നയിച്ചാൽ പരിഹാരം ഉണ്ടാകുന്നുവെന്ന് ജനങ്ങളിൽ ബോധ്യമുണ്ടാക്കുന്ന ഇടപെടൽ വേണം. അധികാരത്തിന്റെ ബലത്തിൽ പരുഷമായി പെരുമാറാനും പ്രതികാര നടപടി സ്വീകരിക്കാനും പാടില്ല എന്നും ഒന്നാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നു. രണ്ടാമതായുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് അധികാരം എന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സംവിധാനം എന്ന ബോധ്യമുണ്ടാകണം എന്നതാണ്. അഴിമതി ആരോപണങ്ങളിൽ ശരിയായ പരിശോധനയും ഉണ്ടാകണം. മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. ഇതുകൂടാതെ മന്ത്രിമാരോട് നിർദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി, പ്രശ്നങ്ങൾ ഉയരുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തി വേഗം തീർപ്പുണ്ടാക്കുക എന്നതാണ്. അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് ഒന്നിലേറെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ഈ പറഞ്ഞവയൊക്കെയാണ് നിർദ്ദേശങ്ങൾ.